ലീലാവതി ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരാതി കൊല്ലം സ്വദേശിനിയും ഡിവൈഎഫ്ഐ പ്രവർത്തകയുമായ ശ്രീലക്ഷ്മിയാണ് പരാതി നൽകിയത്. ടീച്ചർ ഇപ്പോൾ അടുത്ത ദിവസത്തെ പിറന്നാൾ ദിനത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ്, വിശന്നു വലയുന്ന കുഞ്ഞുങ്ങൾ പാത്രം നീട്ടി നിൽക്കുമ്പോൾ തനിക്ക് എങ്ങനെ തൻ്റെ പിറന്നാൾ ദിനത്തിൽ ഭക്ഷണം ഉണ്ണാൻ സാധിക്കുമെന്ന്. ആ ഒരു മാതൃസ്നേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളതിൽ വായിച്ചറിഞ്ഞത്. എന്നാൽ ആ വാക്ക് എടുത്ത് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുകയും അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും വളരെ മോശമായി ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും കൊടുക്കാതെയാണ് ആ ഒരു ക്യാപ്ഷനോടുകൂടി കൊടുത്തത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ശക്തമായി തന്നെ അതിനെ എതിർക്കുന്നു. അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് പരാതി കൊടുത്തത്. രാജ്കുമാർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. രാജ്കുമാർ, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ഈ സൂചിപ്പിച്ചതിന് ഈ ശ്രീലക്ഷ്മി പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഒരു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു പ്രമുഖ എഴുത്തുകാരി, സാഹിത്യകാരി, അങ്ങനെ ഇതിനു മുമ്പും പലപ്പോഴും അവരുടെ നിലപാടുകൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. ആ നിലപാടുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പലസ്തീൻ സംഭവത്തിൽ അവരുടെ പിറന്നാൾ ദിനത്തിലാണ് അവർ പറഞ്ഞത്, പലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്ന് ചോദിച്ചുകൊണ്ട് അത് മാധ്യമങ്ങളിൽ അവരുടെ പ്രസ്താവന വന്നതിനെ തുടർന്നാണ് പൊങ്ങൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ മോശമായി മ്ലേച്ഛമായ തരത്തിൽ ഒരു സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ഒരു അമ്മയാണെന്ന് പോലും വകവയ്ക്കാതെ വളരെ മോശമായ നിലയിൽ അവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സൈബർ ആക്രമണം തന്നെ അഴിച്ചുവിടുകയായിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റ്സും വളരെ മോശമായിരുന്നു. ആ നിലയിൽ അയാൾ ഒരു സംഘപരിവാർ പ്രവർത്തകനാണെന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ശ്രീലക്ഷ്മി ഇക്കാര്യത്തിൽ ലീലാവതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലം ACP ഷെരീഫിനാണ് പരാതി നൽകിയത്. അദ്ദേഹം അത് ഈസ്റ്റ് SHOയ്ക്ക് അന്വേഷണത്തിന് വേണ്ടി പരാതി കൈമാറിയിട്ടുണ്ട്.